നമുക്കിന്ന് ഈ സ്ട്രോബെറീസ് വെച്ചിട്ട് സ്ട്രോബെറി ചോക്ലേറ്റ്സ് ചെയ്തെടുത്താലോ? ഞാനും എൻ്റെ ഫ്രണ്ടും ഇതൊരു പ്രാവശ്യം പുറത്തുനിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്നിപ്പോൾ റിലയൻസിൽ പോയപ്പം ഒരു വീട്ടിൽ സ്ട്രോബെറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ സ്ട്രോബെറീസ് ഇതാ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നെസ്ലെ ക്ലാസിക്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഏതൊക്കെ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് നെസ്ലെ ക്ലാസിക് ആണ് കേട്ടോ. എന്നെപ്പോലെ നെസ്ലെ ക്ലാസിക് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാനത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടിയിട്ടോ. ഞാൻ ഓർത്തു കുറച്ച് ടൈം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചതാണ് കേട്ടോ. ബോയിൽ ചെയ്ത ആ ഒരു പാത്രത്തിന് ചൂടുണ്ടായിരുന്നു, അത് ആറാൻ വെച്ചതാണ് ഞാൻ കാണിച്ച മണ്ടത്തരം. കാരണം അത് ഞാൻ ആറാൻ വെച്ചപ്പോഴത്തേക്കും ആ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട പിടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സ്ട്രോബെറീസ് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് കാര്യം ഇതൊരു ഗ്ലാസ് ബൗളിലൊക്കെ ആക്കിയിട്ട് എനിക്ക് നല്ല സ്റ്റൈലായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മടി കാരണം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് ഇതാ മിക്സ് ചെയ്യായിരുന്നു കേട്ടോ. ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് പോയതാണ് ഗൈസ്. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സാധനം അടിപൊളിയായിരുന്നു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ശരി.